ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ടൈപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ പേര് ചിക്കൻ ക്രൂ ഉണ്ണിയപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള പാത്രം സംഘടിപ്പിക്കണം. നമ്മൾ കേരളത്തിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നത് പോലത്തെ വട്ടനെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകണം. സിംഗപ്പൂരൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൽ ഇതേമാതിരി വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഏതാ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറേശ്ശെ കലക്കി വെച്ച മാവ് ഇതേമാതിരി ഒഴിച്ച് വെക്കുക. കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല വൃത്തിയിൽ ഒഴിക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഏഴെണ്ണമാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് മസാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബോൾ അതിലേക്ക് ഇങ്ങനെ വെച്ചു. കണ്ട, ഓരോരോ ബോൾ അതിലേക്ക് വയ്ക്കണം. അപ്പോൾ 7 ബോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 7 ബോൾ വയ്ക്കണം. ശ്രദ്ധിച്ച് വയ്ക്കണം, പൊട്ടാണ്ട് വയ്ക്കണം. 7 ബോൾ വെച്ചു. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ കലക്കി വെച്ച മാവിന് എടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കുക. അത് ഫില്ല് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഇതുള്ളത് നമ്മൾ അറിയില്ല. ശരിക്കും ഉണ്ണിയപ്പന്മാർ നമുക്ക് തോന്നിക്കും. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റാവുന്നൊരു ചെറിയൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ദോശമാവ് കൊണ്ട് അല്ലെങ്കിൽ മൈദമാവ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അത് നമുക്ക് മധുരം, ഉപ്പ് എന്തൊക്കെ വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ഇഷ്ടപ്രകാരം ചേർക്കാം. അങ്ങനെ അത് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞ് ഇതേപോലെ ചിക്കൻ ക്രൂ ഉണ്ണിയപ്പം ശരിയായിരിക്കും. തിന്ന് നോക്കുക.